നമസ്കാരം. 1000 മാസങ്ങളുടെ പുണ്യം തേടി വിശ്വാസി ലക്ഷങ്ങൾ സംഗമിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ റമദാൻ പ്രാർത്ഥനാ സംഗമം ഏപ്രിൽ 6 ശനിയാഴ്ച മലപ്പുറം സ്വലാത്ത് നഗറിൽ നടക്കും. ലൈലത്തുൽ ഖദർ, അതായത് വിധി നിർണയ രാത്രി പ്രതീക്ഷിക്കപ്പെടുന്ന റമദാൻ 27 രാവിലാണ് വിശ്വാസി ലക്ഷങ്ങളുടെ ആത്മീയ കൂട്ടായ്മ. ആത്മീയ വൈജ്ഞാനിക കാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മലപ്പുറം സ്വലാത്ത് നഗറിലെ മഅദിൻ അക്കാഡമിയാണ് വർഷങ്ങളായി ആത്മീയ സംഗമം സംഘടിപ്പിക്കുന്നത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഈ രാത്രിയിൽ രാജ്യത്ത് തന്നെ ഏറ്റവുമധികം വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനാ വേദിയാണ് ഇത്. മഅദിൻ ക്യാമ്പസിൽ എല്ലാ മാസവും സംഘടിപ്പിക്കുന്ന സ്വലാത്ത് പ്രാർത്ഥനാ സംഗമത്തിൻ്റെ വാർഷികം കൂടിയാണ് റമദാൻ പ്രാർത്ഥനാ സമ്മേളനം. മഅദിൻ അക്കാദമിയിൽ റമദാൻ 1 മുതൽ തന്നെ വിവിധ ആത്മീയ വൈജ്ഞാനിക സംഗമങ്ങളുമായി റമദാൻ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ആത്മീയ വേദികൾ, വൈജ്ഞാനിക സദസ്സുകൾ, റിലീഫ് പഠന ക്യാമ്പുകൾ, ഇഫ്താർ സംഗമങ്ങൾ, ഓൺലൈൻ സമ്മേളനങ്ങൾ, അനുസ്മരണ വേദികൾ എന്നിവ നടന്നുവരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംഗമിക്കാനെത്തും. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി സന്ദേശ പ്രഭാഷണം നടത്തും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തും. സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുൾ റഹ്മാൻ സഖാവി എന്നിവർ പ്രഭാഷണം നടത്തും. പ്രാർത്ഥനാ സമ്മേളനത്തിൽ എത്തുന്നവർക്ക് സ്വലാത്ത് നഗറിൽ സമൂഹ ഇഫ്താർ ഒരുക്കും. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പേർ ഒരുമിക്കുന്ന നോമ്പ് തുറയായിരിക്കും ഇത്. സമഭാവനയുടെ സന്ദേശം നൽകുന്ന ഇഫ്താർ പൂർണ്ണമായി ഹരിത നിയമാവലി അനുസരിച്ചായിരിക്കും സജ്ജീകരിക്കുക. ഇഫ്താറിന് ശേഷം തസ്ബീഹ് നിസ്കാരം, അവാബിൻ നിസ്കാരം, തറാവീഹ് വിതർ നിസ്കാരം എന്നിവ മഅദിൻ ഗ്രാൻഡ് മസ്ജിദ്, ഓൾഡ് മസ്ജിദ്, പ്രധാന ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ നടക്കും. രാത്രി 9 മണിക്ക് മുഖ്യവേദിയിൽ പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കും. പ്രവാചകരുടെ പ്രകീർത്തനമായ സ്വലാത്ത്, പാപമോചന പ്രാർത്ഥന, പുണ്യപുരുഷന്മാരുടെയും മഹത്തുക്കളുടെയും അനുസ്മരണം, കണ്ണീരണിഞ്ഞ സമാപന പ്രാർത്ഥന എന്നിവ നടക്കും. സമ്മേളനത്തിൽ എത്തുന്ന വിശ്വാസികളുടെ സൗകര്യാർത്ഥം സമ്മേളന നഗരിയിലും പരിസരത്തും വിശാലമായ പന്തലുകളും ഓഡിറ്റോറിയങ്ങളും തയ്യാറാക്കി. പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ വിംഗ് ഉൾപ്പെടെ നഗരിയിലും പരിസരങ്ങളിലുമായി 100-ലധികം ഹെൽപ്പ് ലൈൻ കൗണ്ടറുകൾ സജ്ജീകരിക്കും. ഇവിടങ്ങളിലെല്ലാം നോമ്പുതുറ, അത്താഴ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. മഅദിൻ വെബ്സൈറ്റ് വഴി വെബ്കാസ്റ്റിങ്ങിനുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. പ്രവാസികൾക്കായി പ്രത്യേക ഗൾഫ് കൗണ്ടറും വിദൂരങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് അത്താഴ സൗകര്യവും ഒരുക്കും. ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും സഹകരണത്തോടെയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വേണ്ട സൗകര്യങ്ങൾ സ്വലാത്ത് നഗറിൽ ഒരുക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തരാവശ്യങ്ങൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് നഗരിയിൽ ക്യാമ്പ് ചെയ്യും. കൂടാതെ ഫയർഫോഴ്സിൻ്റെയും 5555 അംഗ വോളണ്ടിയർ കോറിൻ്റെയും സേവനവും ഉണ്ടാകും. പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഏപ്രിൽ 1 രാവിലെ 9 മുതൽ പൈതൃക യാത്ര സംഘടിപ്പിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 പതാക ഉയർത്തലിന് സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖി തങ്ങൾ നേതൃത്വം നൽകും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ജൽസദുൽ ബറഖ സദസ്സ്, ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് വോളണ്ടിയേഴ്സ് സംഗമവും ഇഫ്താർ മീറ്റും, വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 വിഭവ സമാഹരണ യാത്രയ്ക്ക് സ്വീകരണം, വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രാർത്ഥനാ സമ്മേളന പരിപാടികൾക്ക് തുടക്കം. പരിപാടികൾക്ക് തുടക്കം കുറിക്കും. പരിപാടിയുടെ സംഘാടകരായ മഅദിൻ അക്കാദമിക്ക് കീഴിൽ പോളിടെക്നിക് ആൻഡ് സയൻസ് കോളേജ്, BPharm, MBA, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രം, സ്ത്രീകൾക്ക് പ്രത്യേകമായി ക്യൂ ലാൻഡ് ഖുറാൻ പഠന കേന്ദ്രം, ഹിയ അക്കാഡമി, ഷീ ക്യാമ്പസ്, ദാറു സഹറ, സയൻസ് സെൻറ്റർ, ഓർഫനേജ്, കാഴ്ച കേൾവി പരിമിതർ, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർ, ഭിന്നശേഷിക്കാർക്കുള്ള ഏബിൾ വേൾഡ്, ലഹരിമുക്ത കേന്ദ്രം, ലൈഫ് ഷോർ തെറാപ്പി സെൻറ്റർ തുടങ്ങി 51 സ്ഥാപനങ്ങളിലായി 30,000 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷന്റെ ന്യൂനപക്ഷ പദവിയും ഓസ്ട്രേലിയ, UK, മലേഷ്യ, സ്പെയിൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രശസ്ത യൂണിവേഴ്സിറ്റികളുടെയും അക്കാദമിക സ്ഥാപനങ്ങളുടെയും സഹകരണവും ഈ കേന്ദ്രത്തിന് ഉണ്ട്.